നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ സെക്ഷനാണ് ഡയലക്ട്രിക് ആൻഡ് ഫെറോ ഇലക്ട്രിക്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഡയലക്ട്രിക് ആൻഡ് ഫെറോ ഇലക്ട്രിക്. രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോളിഡിൻ്റെ കേസിലുള്ള മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയലക്ട്രിക്കിനെ കുറിച്ചും ഫെറോ ഇലക്ട്രിക്കിൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡയലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡയലക്ട്രിക് എന്ന് പറയുന്നത് കുറേ ഉണ്ട്. ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡയലക്ട്രിക് പ്രോപ്പർട്ടിയാണ്, സോളിഡിൻ്റെ കേസിലുള്ള പോളറൈസേഷൻ. അതുപോലെ ഡിസ്പേർഷൻ, absorption of electromagnetic radiation, dielectric laws, dielectric breakdown, ferroelectric phase transition, പീസോഇലക്ട്രിസിറ്റി. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് പ്രോപ്പർട്ടീസാണ്. ഒരു സോളിഡിൻ്റെ കേസിലുള്ള ഡയലക്ട്രിക് പ്രോപ്പർട്ടീസാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പോളറൈസേഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഫിനോമിന. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിനോമിനയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പരസ്പരം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യും. ഈ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഫിസിക്കലി നമ്മൾ പോളറൈസേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ഇതിനാണ് എന്താ പറയുക, പോളറൈസേഷൻ എന്ന് പറയുക. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഡൈപോൾ മൊമെൻറ്റിൻ്റെ പറയുന്ന പേരാണ് പോളറൈസേഷൻ. അതായത് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് ഏരിയ. നമുക്കറിയാം ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +q, ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -q. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലുള്ള ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു q × r എന്നതാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഡൈപോൾസുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് σ/q/r നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുകയാണ്. n = 1 to എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അത്രയും, അതിൻ്റെ ടോട്ടൽ സമ്മേഷനാണ് നമുക്ക് എന്താ പറയുക, ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റ്. ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ പറഞ്ഞു ദറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് σn സ്റ്റാർട്ടിങ് ഫ്രം 1 to n Qn/Rn. ദിസ് ഈസ് ദ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ്. ഇപ്പോൾ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പോളറൈസേഷൻ. ഓക്കെ, ഈ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, കാരണം സെപ്പറേഷനാണ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ. ദാറ്റ് ഈസ് P ഈസ് പ്രൊപ്പോർഷണൽ ടു E. ഇത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ക്യാപിറ്റൽ P എന്ന് ഉദ്ദേശിക്കുന്നത് പോളറൈസേഷനാണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ മാറ്റാണ്, ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് α × E, where alpha is called polarity. പോളറൈസിബിലിറ്റി എന്നാണ് പറയുക. പോളറൈസിബിലിറ്റി 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പോളറൈസിബിലിറ്റി പറയുക. 3 ടേമുകളുടെ സമ്മേഷനാണ്. ഒന്നാമത്തത് അയണിക് പോളറൈസിബിലിറ്റി, 2 ഇലക്ട്രോണിക് പോളറൈസിബിലിറ്റി, 3 ഡൈപോളാർ പോളറൈസിബിലിറ്റി. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പോലും ഈ ഫീൽഡ് മൂലം ഒരു അഡീഷണൽ ഇലക്ട്രിക് ഫീൽഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്.
അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫീൽഡാണ് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക. മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഏത് തന്നെയുണ്ട് മാക്രോസ്കോപ്പിക് പർട്ടിക്കുലർ റീജിയൻ, ഒരു റീജിയനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന് പറയുന്ന പേരാണ് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ഒരു ക്രിസ്റ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ആറ്റത്തിൻ്റെ ഒരു സെല്ല് ഇതൊരു സെല്ലാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ മൊത്തം ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. മൊത്തം നമ്മൾ എടുക്കുന്ന സമയത്ത് വിൽ ബി ടേക്കൺ ആസ് ആൻ ആവറേജ്. അപ്പോൾ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഇലക്ട്രിക് ഫീൽഡാണ് എപ്പോഴുള്ള ഫോർ എ പർട്ടിക്കുലർ ക്രിസ്റ്റൽ സെൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് ഫീൽഡ് ഓവർ ദ മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് എ ആവറേജ് ഫീൽഡ് ഓവർ ദ വോളിയം ഓഫ് ദ ക്രിസ്റ്റൽ സെൽ. അതായത് ഒരു ക്രിസ്റ്റൽ സെല്ലിൻ്റെ ഒരു പർട്ടിക്കുലർ വോളിയത്തിലുള്ള ആവറേജ് ഫീൽഡിനെ പറയുന്ന പേരാണ് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്നത്. മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ഈ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് മാക്രോസ്കോപ്പിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു E0 പ്ലസ് E1 എന്നതാണ്. E0 പ്ലസ് E1. E0 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മളൊരു ക്രിസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫീൽഡിന് പറയുന്ന പേരാണ് അപ്ലൈഡ് E0, ദാറ്റ് ഈസ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു ഫീൽഡാണ് E0 എന്ന് പറയുന്നത്. E1 എന്ന് പറയുന്നത് ഈ അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ ഫലമായിട്ട് ചാർജുകളുടെ സെപ്പറേഷൻ മൂലമോ അല്ലെങ്കിൽ പോളറൈസേഷന്റെ സെപ്പറേഷൻ കോൺട്രിബ്യൂഷൻ മൂലമോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് E1 എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഡ്യൂ ടു ചാർജ് അല്ലെങ്കിൽ ഡ്യൂ ടു പോളറൈസേഷൻ. രണ്ട് രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചാർജ് മൂലം എന്തുണ്ടാവാം, പോളറൈസേഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ പോളറൈസേഷൻ മൂലം എന്തുണ്ടാവാം, ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാം വരാം. ചാർജിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു ചാർജാണെന്ന് വിചാരിക്കുക, ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് ആ ഒരു ചാർജ് മൂലം ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ദ സം ഓഫ് ദ ഫീൽഡ് ഫോർ ഓൾ ചാർജസ്. എല്ലാ ചാർജിന്റെയും ഫീൽഡിന്റെ സമ്മേഷനായിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പറയാൻ പറ്റും E1. ദാറ്റ് മീൻസ് നമ്മളൊരു ഡ്യൂ ടു ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ചാർജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് ഡ്യൂ ടു ദ അല്ലെങ്കിൽ എന്താ പറയുക കോൺട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ബോഡി ഈസ് ദാറ്റ് ദ അപ്ലൈഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ ഗിവൺ ചാർജ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ പറയുന്നത് ഫോർ എ മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ ദ ഫീൽഡ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദ ഫീൽഡ് ഓഫ് ഓൾ ചാർജസ് ഇൻ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലുള്ള എല്ലാ ചാർജുകളുടെയും സമ്മേഷനായിട്ടാണ് നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ പറയുന്നത്. സപ്പോസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും അതുപോലെ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നതും നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ ദ സിസ്റ്റം വിൽ ബി എ ന്യൂട്രൽ. സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സമ്മേഷൻ കാണുന്നതിന് പകരം വിൽ ബി ടേക്കൺ ആസ് ആൻ ആവറേജ്. അതായത് ഒന്നിൽ കൂടുതൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ മാത്രം, ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ എല്ലാ ചാർജിന്റെയും ഫീൽഡിന്റെ സമ്മേഷൻ. ഇനി ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണെങ്കിൽ വിൽ ബി ടേക്കൺ ആസ് എ ആവറേജ് വാല്യൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു E of R0 is equal to R0 is the distance between the lattice from the lattice point is equal to 1 divided by Vc, that is a crystal cell, integral E of R into dV. This is the electric field produced from the due to the charge, and E of R is the microscopic electric field, not macroscopic. This is microscopic electric field ആണ് എന്ത്
ഇ ഡോട്ട് ഇ ഓഫ് ആർ എന്ന് പറയുന്നത്. ഇ ഓഫ് ആറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്മൂത്ത് വാല്യൂ. അത് സ്മൂത്തർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല, അൺസ്മൂത്തർ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇ ഓഫ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്യൂ ടു ദ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്നത് ഡ്യൂ ടു പോളറൈസേഷൻ മൂലം എന്തുണ്ടാവാം, ഈ ഇലക്ട്രിക് ഫീൽഡ് E1 പ്രൊഡ്യൂസ് ചെയ്യാം. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്കിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കേസിൽ ഒരു യൂണിഫോം പോളറൈസേഷൻ മൂലം മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ് സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റിന് ഈക്വലൻ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ. അങ്ങനെയാണെങ്കിൽ സിഗ്മ സീക്വൽ ടു എൻ ഡോട്ട് പി എന്നതായിരിക്കും എന്തുണ്ടാവുക, ഇവിടുത്തെ പോളറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോളറൈസേഷൻ സീക്വൽ ടു, അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സീക്വൽ ടു എൻ ക്യാപ് ഡോട്ട് പി. എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറാണ്, നോർമൽ ടു ദ സർഫസിൽ നിന്നുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് നമ്മൾ വരക്കുന്നത്. ഇറ്റ് വിൽ ബി ഡ്രോൺ ഔട്ട്വേർഡ് ഫ്രം ദ പോളറൈസ്ഡ് മാറ്റർ. അതായത് പോളറൈസ്ഡിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു ഡയറക്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ മൂലമുണ്ടാകുന്ന ഒന്നാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി വെച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു സ്ലാബുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ രണ്ട് റീജിയനാണ് ഇതിനുണ്ടാവുക, ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിലും ഒന്ന് അപ്വേർഡിലും ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലുമായിട്ട് രണ്ട് എന്താ പറയുക സ്ലാബ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സിഗ്മ സീക്വൽ ടു ഇവിടെ പ്ലസ് പി ആയിരിക്കും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ദാറ്റ് ഈസ് മൈനസ് പി, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ അപ്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ഓഫ് ദ സർഫസ്, ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രോൺ ഔട്ട്വേർഡ്, അതായത് ബിലോ സർഫസിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു അപ്വേർഡ് ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ അപ്വേർഡ് സർഫസിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എൻ ഡോട്ട് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു പി പെർ യൂണിറ്റ് പോളറൈസേഷൻ പെർ യൂണിറ്റ് ഏരിയ. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ സിഗ്മ സീക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഫ്രം ദിസ് ഇക്വേഷൻ മൈനസ് പി പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദ സ്ലാബ് ഇലക്ട്രിക് ഫീൽഡ് സീക്വൽ ടു മൈനസ് modulus of sigma divided by epsilon 0, that is minus p divided by epsilon 0. അങ്ങനെയാണെങ്കിൽ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ മാക്രോസ്കോപ്പിക് ഈക്വൽ ടു E0 പ്ലസ് E1, that is equal to E0 minus p divided by epsilon 0. This is the relation for the total macroscopic field. അപ്പോൾ E0 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡാണ്, മൈനസ് പി ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 മൈനസ് പി ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൈലക്ട്രിക് സ്ലാബിൻ്റെ കേസിലുള്ള ഒരു മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. E0 മൈനസ് പി, പി മീൻസ് പോളറൈസേഷൻ ഡിവൈഡ് ബൈ എപ്സിലോൺ 0, ദാറ്റ് ഇസ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഇനി ഡൈലക്ട്രിക് സ്ലാബിന് പകരം നമ്മളൊരു ജിയോമെട്രിക്കൽ ആയിട്ടുള്ളൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ജിയോമെട്രിക്കലുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പിയർ, സിലിണ്ടർ, എലിപ്സോയിഡൽ, ഡിസ്ക്, ഈ പോലത്തെ ഒരു ജിയോമെട്രിക്കൽ ഷേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ E0 പ്ലസ് E1 എന്ന് തന്നെയായിരിക്കും. ബട്ട് E1 എന്ന് പറയുന്നത് ഈസ് കോൾഡ് ഡീപോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക, ഡീപോളറൈസേഷൻ. ഓക്കെ, അതായത് ഡ്യൂ ടു ദ ചാർജ് അല്ലെങ്കിൽ ഡ്യൂ ടു ദ പോളറൈസേഷൻ അല്ല, ഡീപോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് അവിടെ E1 നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക.
ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എലിപ്സോയിഡിൽ കൺസിഡർ ചെയ്യണം. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആയിട്ടും ഇവിടെ പോസിറ്റീവായിട്ടും എന്ത് ചെയ്യും, ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇൻസൈഡ് ദ ബോഡി ഇതിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഡീപോളറൈസേഷൻ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ഡീപോളറൈസേഷൻ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് പി എക്സ്, പി വൈ, പി സെഡ് എന്ന് പറഞ്ഞത് കമ്പോണൻസ് ഓഫ് ദ പോളറൈസ്ഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. കമ്പോണൻസ് ഓഫ് പോളറൈസേഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ E1x is equal to നമുക്ക് എങ്ങനെ എഴുതാം, സപ്പോസ് n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ -nx ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് എഴുതാം. എസ് കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീപോളറൈസേഷൻ ഫീൽഡ്. y കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീപോളറൈസേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ny ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. z കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് -nz ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി nx, ny, nz എന്ന് പറയുന്നത് ഇഫ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, പോസിറ്റീവ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, nx പ്ലസ് ny പ്ലസ് nz എന്ന് പറയുന്നത് അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും. ഒരു എലിപ്സോയിൻ്റെ കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏതൊരു ഷേപ്പ് ആണെങ്കിലും ആയിക്കോട്ടെ, nxും ny, nz എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക, ടോട്ടൽ സമ്മേഷൻ ഉണ്ടാവുക. അപ്പോൾ NSC, NY, NZ എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് ഡീപോളറൈസേഷൻ ഫാക്ടർ എന്നാണ് പറയുക, ഡീപോളറൈസേഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഡീപോളറൈസേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ NX, NY, NZ അതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ മൊത്തം സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമ്മളൊരു എലിപ്സോയിഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് NXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. ഓക്കെ, NXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് E1 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് -np ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -p ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, -p ഡിവൈഡ് ബൈ 3 എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ മാക്രോസ്കോപ്പിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു E0 മൈനസ് p ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 എന്നതായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഡിജിറ്റൽ പോളറൈസേഷൻ ഒരു ഡൈലക്ട്രിക് സ്ലാബ് ആണെങ്കിൽ അവിടുത്തെ മാക്രോസ്കോപ്പിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ജിയോമെട്രിക്കൽ സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാക്രോസ്കോപ്പിക്കിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 E പ്ലസ് P എന്നതാണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വേറെ ഇക്വേഷൻ ഉണ്ട്, എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു E. ഹിയർ ഈസ് ദ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സസെപ്റ്റിബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ 0 psi ഇൻറ്റു E എന്നും കൂടി നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമുക്ക് എഴുതാം D ഈക്വൽ ടു എപ്സിലോൺ 0 E പ്ലസ് എപ്സിലോൺ 0 psi ഇൻറ്റു E ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് psi ഇൻറ്റു E എന്ന് എഴുതാം. കമ്പയറിംഗ് ഇക്വേഷൻ A ആൻഡ് ഇക്വേഷൻ B we get epsilon 0 1 plus chi E ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു E. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ R ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് chi E എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ പ്ലസ് chi E ഈക്വൽ ടു എപ്സിലോൺ R മൈനസ് 1. ഫ്രം ദിസ് ഇക്വേഷൻ psi is equal to from this equation P divided by epsilon 0 E. That will be equal to P divided by epsilon 0 E. This is the relation for the polarization, macroscopic field, susceptibility, dielectric constant. Relation between this all material, all components. This relation is called a Closier relation. Closier relation എന്നാണ് പറയുക, Closier relation. ഈ റിലേഷൻ എന്ന് പറഞ്ഞത് ഗ്യാസിൽ മാത്രമാണ് എന്താവുന്നുള്ളൂ, വാലിഡ് ആവുന്നുള്ളൂ. ലിക്വിഡ്
അതുപോലത്തെ സോളിഡ് എന്താ പറയുക കമ്പോണൻസിലൊന്നും എന്തില്ല, ഈ ഒരു റിലേഷൻ എന്തല്ല, നോട്ട് വാലിഡ് അല്ല. ഓക്കെ, അതായത് ഗ്യാസ് മോളിക്യൂൾസിൽ മാത്രമാണ് ഈ ഇക്വേഷൻ നമുക്ക് ക്ലോസ്ഡ് റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കേസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റിലേഷൻ നമുക്ക് ബാക്കിയുള്ള കേസ് എന്ന് പറയുമ്പോൾ സോളിഡ് ആവട്ടെ ലിക്വിഡ് ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ചേഞ്ച് നമ്മളവിടെ വരുത്തണം. സോ രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കാൻ പോവാണ്, ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിക്കിന് പകരമുള്ള വേറൊരു കേസ്, ദാറ്റ് ഈസ് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്. ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ പറയുക. മൈക്രോസ്കോപ്പിക്കിൻ്റെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് മൈക്രോസ്കോപ്പിക് ആണ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്. ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ആൻ ആറ്റം. സൈറ്റ് ഓഫ് ആൻ ആറ്റം എന്നാണ്, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോഴും ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വെച്ച് നോക്കുമ്പോഴും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. കാരണം മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആവറേജ്, ഒരു വോളിയം, ഒരു യൂണിറ്റ് സെല്ല് അല്ലെങ്കിൽ ഒരു വോളിയം സെല്ല് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒന്നാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ലോക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറ്റ് സൈറ്റ് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ സൈറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, എൻ്റർ ഓവർ ദ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ദ മൈക്രോസ്കോപ്പിക് റീജിയൻ. ഹൗ കാൻ യു ഫൈൻഡ് ദിസ് ഇൻ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു the summation of 4 different components of electric field, that is E0 plus E1 plus E2 plus E3. The first two one, E0 is an applied electric field, E1 is the due to the polarization, so that is will be equal to E macroscopic. E local is equal to E macroscopic plus E2 plus E3. Okay, നമുക്ക് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. വാട്ട് ഈസ് ദ E0, വാട്ട് ഈസ് ദ E1, E2 ആൻഡ് E3. ഓക്കെ, E0 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ദറ്റ് ഈസ് എ അപ്ലൈഡ് ഫീൽഡ്. അപ്ലൈഡ് ഫീൽഡാണ് E0 എന്ന് പറയുന്നത്, അപ്ലൈഡ് ഫീൽഡ്. E1 എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഫീൽഡ്, ഡീപോളറൈസേഷൻ ഫീൽഡാണ്. E2 എന്ന് പറഞ്ഞാൽ ലോറൻസ് കാവിറ്റി ഫീൽഡ് എന്നാണ് പറയാം. ലോറൻസ് കാവിറ്റി ഫീൽഡ് നമുക്ക് കണ്ടെത്തണം എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇത് നമുക്ക് കിട്ടുന്നത് ഒരു സ്പിരിക്കൽ കാവിറ്റിൻ്റെ ഇൻസൈഡിലുള്ള പോളറൈസേഷൻ മൂലമാണ്. ദി ഫീൽഡ് ഫ്രം പോളറൈസേഷൻ ചാർജസ് ഓൺ ഇൻസൈഡ് ഓഫ് എ സ്പിരിക്കൽ കാവിറ്റി. E3 എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് ആറ്റം ഇൻസൈഡ് എ കാവിറ്റി, ഇൻസൈഡ് എ കാവിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഇൻസൈഡ് ദ കാവിറ്റി എന്ന് പറയുമ്പോൾ E3 is equal to 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോറൻസ് കാവിറ്റി ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. ലോറൻസ് കാവിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡിൻ്റെ കാവിറ്റിൻ്റെ ഇൻസൈഡിലുള്ള ചാർജുകൾ മൂലം ഉണ്ടാകുന്ന പോളറൈസേഷൻ, അതാണ് നമുക്ക് എന്ത് E2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെക്സ്റ്റ് ഇതിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അതിനുമായിട്ട് എങ്ങനെയാണ് അതിനൊരു പിക്ചറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ചെയ്താൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എലിപ്സോയിഡിൽ. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, സോറി നേരിട്ട് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദിസ് ചാർജ് സെപ്പറേഷൻ the electric field depolarization field is produced in this direction. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസൈഡ് ദ കാവിറ്റി ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇവിടെ എന്ത് ചെയ്യും വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം, ഒരു കാവിറ്റി, ഒരു ലോറൻസ് കാവിറ്റി എന്നാണ് ഇത് പറയാം. ഈ ലോറൻസ് കാവിറ്റിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിനാണ് നമ്മൾ എന്താ പറയുക E2 എന്ന് പറയാം. ദിസ് ഈസ് E1, ദിസ് ഈസ് E2. സർഫസ് ലോറൻസ് കാവിറ്റിൻ്റെ സർഫസിൽ. ഇനി ഇൻസൈഡ് ദ കാവിറ്റി അതെന്താണ് E3. ഓക്കെ, അതായത് ഇവിടെ പോസിറ്റീവ് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ ഒരു പോളറൈസേഷൻ നടക്കുന്നുണ്ട്.
ആ പോളറൈസേഷൻ സർഫസിൽ ഉണ്ടാവുന്ന പോളറൈസേഷൻ മൂലമുണ്ടാവുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E2, ദാറ്റ് ഇസ് എ ലോറൻസ് ക്യാവിറ്റി ഫീൽഡ് എന്നാണ് പറയുക. ഇൻസൈഡ് ദ ക്യാവിറ്റി ദാറ്റ് ഇസ് E3. അപ്പോൾ നമുക്ക് ഇത് മൂന്നും നമുക്ക് കാണണം. മൂന്നും കണ്ട E2 മാത്രം നമ്മൾ കണ്ടാൽ മതി. E3 നോർമലി 0 ആണ് ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. E0 പ്ലസ് E1. E0 എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും E1 എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഫീൽഡാണ്. അത് ഓൾറെഡി നമുക്കറിയാം, ദാറ്റ് ഇസ് എ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി E2 കാണണം. E2 കാണാൻ വേണ്ടി നമ്മൾ ഈ ഒരു ക്യാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഇസ് എ ക്യാവിറ്റി. ഓക്കെ, ദിസ് ഈസ് എ സെൻറ്റർ. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് ഡിസ്റ്റൻസ് A. ഇവിടെ നിന്നൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു ക്രോസ് സെക്ഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AD θ എന്നതാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് AD θ. ഇതാണ് നമ്മുടെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം, A sin θ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, A sin θ. ഇവിടെ നെഗറ്റീവ് ചാർജുകളാണ്, ഇവിടെ പോസിറ്റീവ് ചാർജുകളാണ് ക്യാവിറ്റിൻ്റെ സർഫസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിഗ്മ സീക്വൽ ടു നമ്മൾ E2 ആണ് കാണുന്നത്. അപ്പോൾ സിഗ്മ സീക്വൽ ടു P ഡോട്ട് N ദാറ്റ് ഈസ് ഈക്വൽ ടു P കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ദെൻ DQ സീക്വൽ ടു ചാർജ് എന്ന് പറയുന്നത് ഫ്രം ദിസ് ഇക്വേഷൻ DQ സീക്വൽ ടു സിഗ്മ ഇൻറ്റു DA. സർഫസ് ചാർജ് ആണ്, വോളിയാണ്. നമുക്ക് d ഒമേഗ വെച്ചിട്ട് കാണാം. ദാറ്റ് ഈസ് ദ സോളിഡ് ആംഗിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു P കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു P കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു d ഒമേഗ. d ഒമേഗ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ A സ്ക്വയർ സൈൻ തീറ്റ d തീറ്റ എന്നെഴുതാം. ഓക്കെ, നമ്മൾ തൽക്കാലം d ഒമേഗ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E2 ഇൻറ്റു dx ഇസ് ഈക്വൽ ടു. ഓക്കെ, സോളിഡ് ആംഗിൾ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, E2 dx is equal to dq divided by epsilon 0. That is a closed integral dq divided by epsilon 0. That is E2 into 4 pi A square is equal to integral P cos square theta d omega divided by epsilon 0. Then E2 is equal to closed integral P cos square theta d omega divided by 4 pi epsilon 0 A square. Then d omega ന്റെ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ P cos square theta d omega. d omega എന്ന് പറഞ്ഞാൽ 2 pi A square sin theta d theta divided by 4 pi epsilon 0 A square. That is equal to 2 pi തീറ്റ ആണ്. അപ്പോൾ A സ്ക്വയർ നമുക്ക് P A സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 pi P പോളറൈസേഷൻ P ക്യാപിറ്റൽ P ആണ് കേട്ടോ, ഡിവൈഡ് ബൈ 4 pi epsilon 0 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ cos square theta sin theta d theta from 0 to pi. From 0 to pi. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മതി, അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത്. ഇത്രയും ഡിസ്റ്റൻസിലാണ് നെഗറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, പുട്ട് u is equal to cos theta du is equal to minus sin theta d theta. അങ്ങനെയാണെങ്കിൽ ഫ്രം തീറ്റ സീക്വൽ ടു 0 ആണെങ്കിൽ u സീക്വൽ ടു പൈ വരും. തീറ്റ സീക്വൽ ടു പൈ ആണ് വരുന്നതെങ്കിൽ u സീക്വൽ ടു -1 വരും. ഓക്കെ, തീറ്റ സീക്വൽ ടു 0 ആണെങ്കിൽ ദിസ് ഈസ് 1. ഓക്കെ, ദെൻ in E2 is equal to 2 pi P divided by 4 pi epsilon 0 integral 0 എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം, that is 1 minus 1 cos square theta, that is u square sin theta d theta du മൈനസ് വരും.
മൈനസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ ലിമിറ്റ് പരസ്പരം എന്ത് ചെയ്താൽ മതി, ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π p divided by 4π epsilon 0 integral u square du minus 1 to 1, that is equal to, that is u cube divided by 3. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 2π p divided by 4π epsilon 0 that will be equal to 2/3, that is equal to ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ 2 4 വന്നു, 4 ക്യാൻസൽ ചെയ്ത് പോയി, പൈ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ കിട്ടുന്നത് p divided by 3 epsilon 0 എന്ന് നമുക്ക് കിട്ടും, p divided by 3 epsilon 0. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് E2 is equal to p divided by epsilon 0. E3 നോർമലി 0 ആയിട്ട് വന്നു. അപ്പോൾ ഈ ലോക്കൽ is equal to ഈ മാക്രോസ്കോപ്പിക് പ്ലസ് capital P divided by 3 epsilon 0. This is the local electric field, value for the local electric field, which is entirely different from the macroscopic electric field. കാരണം ഒരു സമ്മേഷൻ കൂടി അധികം വരുന്നുണ്ട് മാക്രോസ്കോപ്പിക്കിനേക്കാളും. അപ്പോൾ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞതും മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി പിക്ക് നമ്മൾ പോളറൈസേഷൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, P is equal to epsilon 0 psi into E. That is equal to psi എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ടുള്ള ടേം എന്നാണത്. psi 0 into epsilon 0 into 1 epsilon r minus 1 into E. ഈ ഒരു വാല്യൂ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. That is equal to E local is equal to E plus epsilon 0 epsilon r minus 1 into E divided by 3 epsilon 0. P നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 epsilon 0 E പ്ലസ് epsilon 0 epsilon r into E മൈനസ് epsilon 0 E divided by 3 epsilon 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 epsilon 0 E plus epsilon 0 epsilon r into E divided by 3 epsilon 0. ഓക്കെ, റീഅറേഞ്ച് ചെയ്തിട്ടാണ് ആ ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്, കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. That is equal to epsilon r plus 2. ഞാൻ epsilon 0 ഇതിൽ വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. epsilon 0 plus 2 into E divided by 3 എന്ന് നമുക്ക് കിട്ടും. So for E local is equal to this one. Okay, this is the macroscopic electric field. E local എന്ന് പറഞ്ഞാൽ local electric field. Okay, then we have polarization is equal to NP, dipole moment per unit volume, total dipole moment per unit volume, that is equal to NP, that is equal to N into alpha into E from this E local. Okay, from this E local is equal to P divided by N alpha. Okay, comparing these two equation we get epsilon r plus 2 into E divided by 3 is equal to P divided by N epsilon or N alpha, that is equal to epsilon 0 epsilon r minus 1 into E divided by N alpha, that is P എന്ന് പറഞ്ഞാൽ epsilon 0 psi into E, that is equal to epsilon 0 epsilon r minus 1 into E. It is a macroscopic electric field. Okay, then cancel ചെയ്യാം. From this equation epsilon r minus 1 divided by epsilon r plus 2 is equal to എന്ത് കിട്ടും, N alpha divided by 3 epsilon 0. This is the relation for the, this equation is valid for the liquid, gas, solid. This equation is called Clausius-Mosotty equation. Clausius-Mosotty equation. This is a famous equation in dielectric to determine the properties of the different properties of the dielectric material. Okay. Here alpha is called polarizability. Alpha is called polarizability.
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. ആ ഇക്വേഷൻ ഗ്യാസിൽ മാത്രമാണ് വാലിഡ് നമ്മൾ പറഞ്ഞു. ബട്ട് ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ ഗ്യാസ്, സോളിഡ് ആൻഡ് ലിക്വിഡ്. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ക്ലോസസ്-മൊസോട്ടി ഇക്വേഷൻ. ഓക്കെ. ഇനി സപ്പോസ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് ഡിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പ്രൊപ്പോർഷനിലാണ്. നമുക്കറിയാം പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ n സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് n² - 1 ഡിവൈഡ് ബൈ n² + 1 ഈക്വൽ ടു n ആൽഫ ഡിവൈഡ് ബൈ 3 എപ്സിലോൺ 0 എന്ന് എഴുതാം. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ലോറൻസ് ഇക്വേഷൻ. ലോറൻസ് ഇതിൽ ടി വരുന്നുണ്ട്, ഇതിൽ ടി ഇല്ല. ലോറൻസ് റിലേഷൻ എന്നാണ് ഇതിൽ പറയുക. അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ടേംസിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേംസിലാണ് നമ്മൾ ഈ റിലേഷൻ എഴുതുന്നതെങ്കിൽ, ക്ലോസസ്-മൊസോട്ടി ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ ആ ഇക്വേഷന് പറയുന്ന പേരാണ് ലോറൻസ് റിലേഷൻ എന്നാണ് പറയാം. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് ബാക്കി എല്ലാ കോണ്ടക്റ്റും നമുക്ക് അറിയുന്ന ഒന്നാണ്. ആൽഫ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് പോളറൈസബിലിറ്റി എന്നാണ് പറയുക. പോളറൈസബിലിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 സമ്മേഷൻ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ആൽഫ ഇ പ്ലസ് ആൽഫ ഐ പ്ലസ് ആൽഫ ഡി. ആൽഫ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആണ്. ആൽഫ ഐ എന്ന് പറഞ്ഞാൽ അയണിക് പോളറൈസബിലിറ്റി ആണ്. ആൽഫ ഡി എന്ന് പറഞ്ഞാൽ ഡൈപോളാർ പോളറൈസബിലിറ്റി ആണ്. ഓക്കെ. അപ്പോൾ ആ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാണ്ട്. സോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്.